ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ മാസം 19-ാം തീയതി 293-ാമത്തെ ദിവസത്തിലെത്തി. യഹൂദ നേതൃത്വത്തെ യേശു എങ്ങനെയായിരുന്നു കുറ്റപ്പെടുത്തിയത്? വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്തിലൂടെ ഇന്നലെ പുലരിയിൽ നമ്മളത് കണ്ടു തുടങ്ങിയതാണ്. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വൈരുദ്ധ്യമായിരുന്നു അവർക്കെതിരെ യേശു ശക്തമായി പ്രതികരിച്ചത്. അവരെ ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിച്ചതും ശ്രദ്ധിച്ചതുമൊക്കെ. നിയമജ്ഞരും പരീശന്മാരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാണ്. എന്നുവെച്ചാൽ അവർ ദൈവത്തിൻ്റെ നിയമവും പ്രമാണങ്ങളും ജനത്തിന് വിശദീകരിച്ച് കൊടുക്കുന്നവരാണ്. അവർക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. നിയമം സങ്കീർണമായി വ്യാഖ്യാനിച്ച് ജനങ്ങളുടെ ജീവിതത്തെ, മനസാക്ഷിയെ ഭാരപ്പെടുത്തിയിരുന്നു. നിയമത്തെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കാനായിട്ട് ഈ മത നേതൃത്വം ശ്രമിച്ചില്ല. ശരിക്കും നിയമം മനുഷ്യന് വേണ്ടിയാണെന്ന് യേശു പലപ്പോഴായിട്ട് പഠിപ്പിച്ചതും ആ സമൂഹത്തിൻ്റെ നേതൃത്വം പരിഗണിച്ചില്ല. പരീശന്മാര് നിയമത്തെ എങ്ങനെയായിരുന്നു അനുസരിക്കുന്നത്? അക്ഷരാർത്ഥത്തിൽ നിയമത്തിന് വേണ്ടി തന്നെ നിയമത്തെ അനുസരിക്കുന്നവരായിരുന്നു. അക്കാരണത്താൽ മറ്റുള്ളവരിൽ നിന്ന് തങ്ങൾ ഏറെ വ്യത്യസ്തരും ഒരുപാട് ശ്രേഷ്ഠരാണെന്നും സ്വയം കരുതിയിരുന്നു. എന്നാൽ ഈ നിയമത്തിൽ അടങ്ങിയിരിക്കുന്ന ദൈവഹിതത്തിന് അവർ യാതൊരു പ്രാധാന്യവും നൽകിയില്ല. നിയമത്തിൻ്റെ ആ അക്ഷരാർത്ഥത്തിലുള്ള അനുസരണം അല്ല, പിന്നെ ദൈവഹിതം നിറവേറ്റുന്നതാണ് ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയായിരുന്നു യേശു പലപ്പോഴും അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. അവർക്ക് ആവശ്യത്തിൻ്റെ മുന്നറിയിപ്പുകളൊക്കെ നൽകിയത്. എന്നിട്ടോ അവർ അതൊന്നും ഗൗനിച്ചില്ല. ഇക്കാരണങ്ങളിലാണ് നിയമജ്ഞരെയും പരീശന്മാരെയും ഒരു കാരണവശാലും അനുകരിക്കരുത് എന്ന് യേശു ഓർമ്മപ്പെടുത്തുന്നത്. അസീസിയിലെ ഫ്രാൻസിസിനെ എന്തുമാത്രം പ്രാർത്ഥനയോടും ആദരവോടും കൂടി അനുസ്മരിച്ചാലും മതിയാവത്തില്ല. ഫ്രാൻസിസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: എപ്പോഴും നിങ്ങൾ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. ഒന്നും കൂടെ ഞാനൊന്ന് പേടിയോടെ ആവർത്തിക്കട്ടെ: എപ്പോഴും നിങ്ങൾ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക. അസീസിലെ ഫ്രാൻസിസ് അത് കൂട്ടിച്ചേർത്ത് പൂർത്തീകരിക്കുന്നത് ഇങ്ങനെയാണ്: വല്ലപ്പോഴും മാത്രം വാക്കുകൾ ഉപയോഗിച്ച്. വല്ലപ്പോഴും മാത്രമേ അതിന് വാക്കുകൾ ഉപയോഗിക്കാവുള്ളൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുക? അതൊരു വലിയ ചോദ്യമാണ്. നമുക്ക് ഒന്ന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കിയാലോ? പ്രാർത്ഥനയോടുകൂടി ആമേൻ.